നമസ്കാരം. കേരളം വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലേക്ക് കടന്നിരിക്കുന്നു. കേവലം 3 ആഴ്ച മാത്രം അകലെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഭരണമാറ്റം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് UDF ജനങ്ങൾക്ക് മുന്നിലെത്തുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണത്തിന് അന്ത്യം കുറിക്കാനും കേരളത്തെ പുതിയൊരു വികസന പാതയിലേക്ക് നയിക്കാനുമുള്ള തയ്യാറെടുപ്പിലാണ് ഐക്യ ജനാധിപത്യ മുന്നണി. മാറ്റം കൊതിക്കുന്ന കേരളത്തിന്റെ പ്രതീക്ഷയാണ് UDF. നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിന്റെ സമഗ്ര വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക വാർത്ത ബാലറ്റ് ബോക്സിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ടീം UDF സുസജ്ജം. സീറ്റ് വിഭജനത്തിൽ ധാരണ. കോൺഗ്രസ് 95 സീറ്റിൽ മത്സരിക്കും. ലീഗിന് 27 സീറ്റ്, കേരള കോൺഗ്രസിന് 8 സീറ്റ്. അപ്പോൾ അതനുസരിച്ച് 95 സീറ്റുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിക്കും. 27 സീറ്റുകളിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മത്സരിക്കും. 8 സീറ്റുകളിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിക്കും. നാടിനെ ഇളക്കിമറിച്ച് UDF പ്രചരണം. ജനങ്ങൾക്ക് ആവേശമായി സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ. വികസനമേകാൻ UDF-ൻ കൈകൾ, അഴിമതിയില്ല ഭരണം നൽകാൻ കോൺഗ്രസിൻ കരങ്ങൾ. കോൺഗ്രസിന്റെ ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപനം വലിയ പ്രതീക്ഷയെന്നും രമേശ് ചെന്നിത്തല. കണ്ണൂർ CPM-ലെ കലഹം രൂക്ഷം. TK ഗോവിന്ദൻ ഉയർത്തിയ ആരോപണങ്ങളിൽ നിന്ന് തലയൂരാനാകാതെ പാർട്ടി. സർക്കാർ പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് VD സതീശന്റെ പരാതി. BJP-യിൽ ആഭ്യന്തര കലഹം. മുതിർന്ന നേതാക്കളെ പരിഗണിക്കുന്നില്ല. തർക്കം പരിഹരിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിൽ നീക്കം. കാഞ്ഞിരപ്പള്ളിയിൽ എതിർപ്പ് പ്രകടിപ്പിച്ച നോബിൾ മാത്യുവിനെ സസ്പെൻഷൻ. നവകേരള സർവേയിലെ കോടികൾ കീശയിലാക്കി CPM. സർവേക്ക് അനുവദിച്ച 20 കോടിയിൽ 2,82,00,000 പാർട്ടിക്കാർ കൈയിട്ട് വാരി. 1,45,00,000 രൂപ പാർട്ടി വോളണ്ടിയർമാരും കുടുംബശ്രീയുടെ വക 1.37 കോടി രൂപയും വക മാറ്റി. ബാലറ്റ് ബോക്സ് ഇനി വിശദമായി ചർച്ചകൾ ചെയ്യുന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളിലേക്കാണ് പോകുന്നത്. UDF സീറ്റ് വിഭജനത്തിൽ ധാരണ. കോൺഗ്രസ് 95 സീറ്റിൽ മത്സരിക്കും. സീറ്റ് വിഭജന ചർച്ചകൾ വളരെ സുഗമമായാണ് പൂർത്തിയാക്കിയതെന്നും VD സതീശൻ ഡൽഹിയിൽ പറഞ്ഞു. ദേശീയ പാർട്ടി എന്ന നിലയിലുള്ള കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതിനാലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ചെറിയ കാലതാമസമുണ്ടായതെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കി. UDF-ൽ സീറ്റ് വിഭജനത്തിൽ അന്തിമ ധാരണയിലെത്തി. സീറ്റുകളിൽ 95 കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കും. 27 സീറ്റുകൾ മുസ്ലിം ലീഗിനും 8 സീറ്റുകൾ കേരള കോൺഗ്രസിനും വിട്ടു നൽകി. ഏറ്റുമാനൂരും ഇടുക്കിയും ഇത്തവണ കേരള കോൺഗ്രസിന് വിട്ടു നൽകും. UDF-ന്റെ സീറ്റ് വിഭജനം കഴിഞ്ഞ ദിവസം പൂർത്തിയായി. അപ്പം ഞങ്ങൾ വേറെ ചില വിസ്മയങ്ങളൊക്കെ ചില മണ്ഡലത്തിലുള്ളത് കൊണ്ടാണ് അത് ഡിലേ ചെയ്യിപ്പിച്ചത്. അപ്പോൾ അതനുസരിച്ച് 95 സീറ്റുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിക്കും. 27 സീറ്റുകളിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മത്സരിക്കും. 8 സീറ്റുകളിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിക്കും. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ പ്രതിപക്ഷ നേതാവ് പ്രശംസിച്ചു. അതിമനോഹരമായാണ് ലീഗ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം CPM-നുള്ളിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം വലിയ കലഹങ്ങളാണ് നടക്കുന്നതെന്നും എന്നാൽ പല മാധ്യമങ്ങളും ഇത് കാണുന്നില്ലെന്നും സതീശൻ കുറ്റപ്പെടുത്തി. പോക്കറ്റിൽ നിന്ന് ലിസ്റ്റെടുത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന രീതിയല്ല കോൺഗ്രസിന്റേതെന്നും അദ്ദേഹം പറഞ്ഞു. എത്ര സ്മൂത്തായിട്ട് എത്ര ഭംഗിയായിട്ടുമാണ് നടക്കുന്നത്. പിന്നെ ജനാധിപത്യ പാർട്ടിയല്ലേ, മറ്റേ പോക്കറ്റിൽ നിന്ന് ലിസ്റ്റ് എടുത്തിട്ട് ഇതാണ് സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിക്കുന്ന പാർട്ടി അല്ല കോൺഗ്രസ്.
അതിൻ്റെയൊക്കെയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സ്ഥാനാർത്ഥി എന്ന് VD സതീശൻ പോയിട്ട് യോഗത്തിലിരുന്നല്ലേ KPCC പ്രസിഡന്റ് വന്ന് യോഗത്തിലിരുന്ന് ഇതാണ് സ്ഥാനാർത്ഥികൾ എഴുതിയെടുത്തോ എന്ന് പറയുന്ന പാർട്ടിയല്ല കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് തീയതി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നില്ലെങ്കിൽ ഇനിയും വലിയ രാഷ്ട്രീയ വിസ്മയങ്ങൾ ഉണ്ടാകുമായിരുന്നുവെന്നും സതീശൻ പറഞ്ഞു. ദേശീയ പാർട്ടി എന്ന നിലയിലുള്ള കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതിനാലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ചെറിയ കാലതാമസമുണ്ടായതെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 ഇന്ദിരാ ഗ്യാരണ്ടികൾ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതീക്ഷയാണ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള ഗ്യാരണ്ടി കാർഡുകൾ ഉടൻ തന്നെ വീടുകളിലെത്തിച്ച് വിതരണം ചെയ്യുമെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ജയ്ഹിന്ദ് ന്യൂസ്. സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടെ പ്രചരണ രംഗത്ത് ആവേശം വിതച്ച് UDF. ഹരിപ്പാട് രമേശ് ചെന്നിത്തലയും ചിറയൻകീഴിൽ രമ്യ ഹരിദാസും അങ്കമാലിയിൽ റോജിയും ജോണും നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ റോഡ് ഷോകളോടെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ സജീവമായി. വോട്ടർമാരെ നൽകൂ നിങ്ങൾ വോട്ടുകൾ ഒന്നൊന്നായി. കേരളമാകെ രക്ഷയ്ക്കെത്താൻ UDF കൈകൾ. കാടും മലയും പുഴയും കടന്നു കയറി വരുന്നൊരു കോൺഗ്രസ് പടയാണ്. നമ്മുടെ ചിഹ്നം കോൺഗ്രസ് നമ്മുടെ പാർട്ടി. കയ്യാണേ നമ്മുടെ ചിഹ്നം കോൺഗ്രസ് നമ്മുടെ പാർട്ടി. ഈ റോഡുകൾ നിങ്ങൾ കണ്ടോ, ഈ കുടിലിൻ അവസ്ഥ കണ്ടോ. ഇത് മാറ്റാനായി ഇനി മാറാനായി അഴിമതി കാട്ടുന്നോരെ താഴെ ഇറക്കാനായി മാറ്റം വേണം, ഇനി നമ്മൾ വേണം. പട്ടിണിയും ദുരിതവും കണ്ടൊരു കാലം അഴിമതിയും കൂടെയുണ്ടേ. കൈയിട്ടു വാരിയ ഫണ്ടുകളും പിന്നെ സ്വർണവും കൂടെയുണ്ടേ. ഇനി വേണ്ട ദുർഭരണം. കയ്യാണേ നമ്മുടെ ചിഹ്നം കോൺഗ്രസ് നമ്മുടെ പാർട്ടി. കയ്യാണേ നമ്മുടെ ചിഹ്നം കോൺഗ്രസ് നമ്മുടെ പാർട്ടി. കേരളമാകെ വികസനമേകാൻ UDF കൈകൾ. അഴിമതിയില്ല ഭരണം നൽകാൻ കോൺഗ്രസിൻ കരങ്ങൾ. കയ്യും മെയ്യും ചേർന്നു നിന്നാൽ കേരളമാകെ മാറ്റാം. വോട്ടർമാരെ നൽകൂ നിങ്ങൾ വോട്ടുകൾ ഒന്നൊന്നായി. ഈ റോഡുകൾ നിങ്ങൾ കണ്ടോ, ഈ കുടിലിൻ അവസ്ഥ കണ്ടോ. ഇത് മാറ്റാനായി ഇനി മാറാനായി അഴിമതി കാട്ടുന്നോരെ താഴെ ഇറക്കാനായി മാറ്റം വേണം, ഇനി നമ്മൾ വേണം. പട്ടിണിയും ദുരിതവും കണ്ടൊരു കാലം അഴിമതിയും കൂടെയുണ്ടേ. കൈയിട്ടു വാരിയ ഫണ്ടുകളും പിന്നെ സ്വർണവും കൂടെയുണ്ടേ. ഇനി വേണ്ട ദുർഭരണം. കയ്യാണേ നമ്മുടെ ചിഹ്നം കോൺഗ്രസ് നമ്മുടെ. കൈപ്പത്തി ചിഹ്നം മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട്
ചിറയൻകീഴിന്റെ മണ്ണിലേക്കെത്തിയ UDFന്റെ കരുത്തുറ്റ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് ആവേശകരമായ വരവേൽപ്പ് നൽകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ചിറയൻകീഴിന്റെ മണ്ണിൽ നൂറുകണക്കിന് UDF പ്രവർത്തകർ ആവേശകരമായി രമ്യ ഹരിദാസിനെ വരവേൽക്കുന്ന കാഴ്ച. ചിറയൻകീഴിലെ സ്വീകരണം എത്രത്തോളം കാരണം ആവേശകരമായിരിക്കുന്ന ഒരു ടീം UDFന്റെ ഉജ്ജ്വലമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കൊപ്പം ഞാനും ഒരു നിമിത്തമായിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഭാഗമാകുന്നു. 140 നിയോജക മണ്ഡലങ്ങളിലും ജനങ്ങൾ കാത്തിരിക്കുകയാണ് UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ. ചിറയൻകീഴിലും ഒരു വലിയ മാറ്റത്തിനായിട്ട് ജനങ്ങൾ കാത്തിരിക്കുന്നു. അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അത് നമുക്കൊരു വലിയ ആവേശവും ഊർജവും തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ചിറയൻകീഴ് അല്ലെങ്കിൽ ഒരു തീരദേശ മേഖലയൊക്കെ തന്നെ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് ചിറയൻകീഴ്. അവിടെ ഒട്ടനവധി പ്രശ്നങ്ങൾ അവശേഷിക്കുന്നു. അതിനൊക്കെ പരിഹാരം കാണുന്നതിന് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും? കാരണം അപകടരഹിതമായിരിക്കുന്ന ഒരു മത്സ്യബന്ധനത്തിന്റെ സാധ്യതകളെ മുൻനിർത്തിക്കൊണ്ടിട്ടുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾക്ക് ചിറയൻകീഴിൽ നമുക്ക് പ്രവർത്തനം തുടങ്ങേണ്ടതുണ്ട്. അടിസ്ഥാനപരമായിരിക്കുന്ന വിഭാഗങ്ങൾ താമസിക്കുന്ന ഒരുപാട് മേഖലകളുണ്ട്. കർഷകരുണ്ട്, ദൈനംദിനമായ കൂലിപ്പണിയിൽ നിന്ന് മിച്ചം പിടിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു വികസന പദ്ധതികൾക്ക് നമുക്ക് നേതൃത്വം കൊടുക്കണം. വക്കം പുരുഷോത്തമൻ സാർ MLA ആയിരുന്ന കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ വീണ്ടും തുടങ്ങുകയാണ് ചിറയൻകീഴിൽ. സംസ്ഥാനത്ത് ഉയരുന്ന രാഷ്ട്രീയം അത് വികസനത്തോടൊപ്പം ഈ ചിറയൻകീഴും വലിയ ചർച്ചയായി മാറും. എങ്ങനെയാണ് അതിനെയൊക്കെ കാണുന്നത്? കാരണം കേരളം ഒന്നടങ്കം കാത്തിരിക്കുകയാണ് കഴിഞ്ഞ 10 വർഷക്കാലത്തെ നിന്നുള്ള ഒരു വലിയ മാറ്റത്തിനായിട്ട്. ആ മാറ്റത്തിനൊപ്പം ജനങ്ങൾ ചേർന്ന് നിൽക്കും. തീർച്ചയായിട്ടും ആവേശം അലതല്ലുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് ചിറയൻകീഴിന്റെ മണ്ണിൽ കാണുവാൻ കഴിഞ്ഞത്. രമ്യ ഹരിദാസിന് ആവേശോജ്വലമായ കാഴ്ച, ആവേശോജ്വലമായ സ്വീകരണമൊരുക്കുന്ന കാഴ്ച. നൂറുകണക്കിന് UDF പ്രവർത്തകർ ഒന്നടങ്കം രമ്യ ഹരിദാസിന്റെ പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ചിറയൻകീഴിൽ നിന്നും രാഹുലിനൊപ്പം B. നിഖിൽ, ജയ് ഹിന്ദ് ന്യൂസ്. പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയായ ചാണ്ടി ഉമ്മന്റെ പ്രചരണം സൈക്കിൾ റാലിയോടെയാണ് ആരംഭിച്ചത്. നൂറുകണക്കിന് പ്രവർത്തകരാണ് റാലിയിൽ പങ്കുകൊണ്ടത്. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ മീനടം പഞ്ചായത്തിൽ ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത്. പ്രചരണത്തിനായി ബോർഡുകളോ ഫ്ലക്സുകളോ ഉപയോഗിക്കില്ലെന്ന് ചാണ്ടിയുമ്മൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പ്രചരണത്തിനായി ചെലവിടുന്ന തുക സ്വരുക്കൂട്ടി പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കുമെന്ന് ചാണ്ടിയുമ്മൻ പറഞ്ഞു. നമ്മുടെ സഹോദരിമാരുടെ, നമ്മുടെ വീട്ടമ്മമാരുടെ എല്ലാം നാം അറിയുന്ന, നമ്മെ അറിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൊപ്പനിതൻ, ഈ നാടിനെ സ്നേഹിക്കുന്ന, ഈ നാടിനെ വികസനത്തിന്റെ മലയാളത്തിൽ വിനിയോഗിക്കട്ടെ എന്ന് വിനയമത്സരം അഭ്യർത്ഥിച്ചുകൊണ്ട് ശ്രീ ചാണ്ടി ഉമ്മൻ നയിക്കുന്ന സൈക്കിൾ റാലിയാണ് ഈ വാഹനത്തിൽ തൊട്ടുപിന്നാലെ കടന്നു വരുന്നത്. ഇടതുഭാഗത്ത് ദുർഭരണം കൊണ്ട് പൊറുതിമുട്ടിയ കേരള ജനത ഒന്നടങ്കം അനുഗ്രഹിക്കുവാൻ വഴിപ്പാടുകളിൽ നൽകിയ സ്നേഹോത്സവങ്ങളായ പ്രഖ്യാപിച്ച സീറ്റുകളിൽ 40% യുവാക്കൾക്കും വനിതകൾക്കും പുതുമുഖങ്ങൾക്കും അവസരം നൽകി മുസ്ലിം ലീഗ്. തെരഞ്ഞെടുപ്പിന് മുമ്പേ സാദിഖ് അലി ശിഹാബ് തങ്ങളും നേതാക്കളും നടത്തിയ പ്രഖ്യാപനം ശരിവെക്കുന്നതാണ് ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക. മുതിർന്ന നേതാക്കൾ വഴിമാറിക്കൊടുത്തും പുതുമുഖങ്ങളെയും യുവാക്കളെയും പരീക്ഷിച്ചും വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് ഇത്തവണ മുസ്ലിം ലീഗ് തുടക്കമിട്ടിരിക്കുന്നത്. ചരിത്രത്തിലാദ്യമായി ഒരേ സമയം 2 വനിതകളെ സ്ഥാനാർത്ഥിയാക്കിയതും പട്ടികയിലെ പ്രധാന സവിശേഷതയാണ്. മുസ്ലിം ലീഗ് ഇന്നലെ പ്രഖ്യാപിച്ച 25 പേരുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിൽ 40% യുവാക്കളും സ്ത്രീകളും പുതുമുഖങ്ങളുമാണുള്ളത്. മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ഇത് പുതിയ അധ്യായമാണ്. ഇത്തവണ പേരാമ്പ്രയിലും കൂത്തുപറമ്പിലുമാണ് വനിതാ സ്ഥാനാർത്ഥികൾ മാറ്റുരയ്ക്കുന്നത്. പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ യൂത്ത് ലീഗ് മുൻ സംസ്ഥാന ഭാരവാഹിയും ശ്രദ്ധേയയായ യുവ നേതാവുമാണ്. കൂത്തുപറമ്പിലെ സ്ഥാനാർത്ഥി ജയന്തി രാജൻ ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി കൂടിയാണ്. കഴിഞ്ഞ തവണത്തെ പട്ടികയിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ യുവ പ്രാതിനിധ്യവും ഇരട്ടിയായി.
യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ പട്ടികയിലുണ്ട്. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് കൊടുവള്ളിയിൽ നിന്നും MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് താനൂരിൽ നിന്നും ജനവിധി തേടുന്നു. യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി ഫൈസൽ ബാബു കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കും. യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി TP അഷ്റഫ് അലി കൊണ്ടോട്ടിയിൽ നിന്നും ജനവിധി തേടും. ലീഗിന്റെ ഉറച്ച കോട്ടകളിലാണ് യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും ഇത്തവണ പാർട്ടി അവസരം നൽകിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. MK മുനീർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇത്തവണ മത്സരരംഗത്തില്ല എന്നത് പാർട്ടിക്കുള്ളിലെ പുതിയ തലമുറയ്ക്ക് ലഭിച്ച വലിയ അംഗീകാരമായാണ് വിലയിരുത്തപ്പെടുന്നത്. പുതുമുഖങ്ങളെയും പരിചയസമ്പന്നരെയും ഒരുപോലെ കോർത്തിണക്കിയ ഈ പട്ടികയിലൂടെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ ആത്മവിശ്വാസത്തോടെ നേരിടുകയാണ് മുസ്ലിം ലീഗ്. പ്രഖ്യാപിക്കാതെ മാറ്റിവെച്ചിരിക്കുന്ന 2 സീറ്റുകളിലും യുവാക്കളുടെ സാന്നിധ്യം ഉണ്ടെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട്. മലപ്പുറത്ത് വി അജയകുമാർ, ജയ് ന്യൂസ്. സീറ്റ് ലഭിക്കാത്തതിലുള്ള പ്രയാസം സ്വാഭാവികമാണെന്നും എന്നാൽ ആരും പാർട്ടി വിട്ടു പോകില്ലെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സീറ്റ് ലഭിക്കാത്തതിന്റെ പേരിൽ ആരെയും പാർട്ടി അകറ്റി നിർത്തില്ല, എല്ലാവരെയും ചേർത്ത് പിടിക്കുമെന്നും സാദിഖ് അലി തങ്ങൾ മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനൊരു സീറ്റ് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് പാർട്ടിയിൽ നിന്ന് പോകുന്ന ആളുകളൊന്നുമല്ല അവരൊക്കെ പാർട്ടിയിൽ കാലങ്ങളായി പ്രവർത്തിച്ച് വരുന്നവരാണ്. അവർ MLA ആയിട്ടുള്ള ആൾക്കാരാണ്, മറ്റ് പാർട്ടി കൊടുത്തുള്ള സ്ഥാനമാനങ്ങളൊക്കെ വഹിക്കുന്നവരാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ വിലമതിക്കുന്നവരാണ്. അവരൊന്നും ഇപ്പോൾ അതിൻ്റെ പേരിൽ പാർട്ടി വിട്ടു പോകുമെന്ന് ഞങ്ങളാരും വിചാരിക്കുന്നില്ല. ലീഗുകാരായ പുരുഷന്മാരുടെ ലീഗാണ് ലീഗ്. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറം മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആവേശകരമായ തുടക്കം കുറിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ മലപ്പുറത്തെത്തിയ അദ്ദേഹം UDF പ്രവർത്തകർക്കൊപ്പം റോഡ് ഷോ നടത്തി പര്യടനത്തിന് തുടക്കം. മലപ്പുറം PK കുഞ്ഞാലിക്കുട്ടി. സാദിഖ് അലി ശിഹാബ് തങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ തന്റെ പുതിയ തട്ടകമായ മലപ്പുറത്തെത്തിയ PK കുഞ്ഞാലിക്കുട്ടി പ്രവർത്തകർക്കൊപ്പം റോഡ് ഷോയിൽ പങ്കെടുത്തു. കുന്നുമ്മൽ ജംഗ്ഷനിൽ നിന്നും മലപ്പുറം നഗരം ചുറ്റിയുള്ള റോഡ് ഷോയിൽ മുനവർ അലി ശിഹാബ് തങ്ങൾ, P ഉബൈദുള്ള തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. തുറന്ന വാഹനത്തിലും പിന്നീട് കാൽനടയായും വോട്ടർമാർക്ക് മുന്നിലെത്തിയ തങ്ങളുടെ നേതാവിന് പൂക്കളും പൂമാലയും നൽകി മലപ്പുറത്തെ വോട്ടർമാർ മണ്ഡലത്തിലേക്ക് സ്വാഗതം ചെയ്തു. കഴിഞ്ഞ 3 തവണ വേങ്ങരയിൽ നിന്നും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച PK കുഞ്ഞാലിക്കുട്ടി ഇത്തവണ പാർട്ടി നിർദ്ദേശപ്രകാരം മലപ്പുറത്തേക്ക് മാറുകയാണുണ്ടായത്. മലപ്പുറം നഗരസഭയുടെ ചെയർമാനായി രാഷ്ട്രീയ ജീവിതത്തിന്റെ ആദ്യകാലങ്ങളിൽ സേവനമനുഷ്ഠിച്ച PK കുഞ്ഞാലിക്കുട്ടിക്ക് മലപ്പുറം നഗരത്തിന്റെ ഓരോ സ്പന്ദനവും സുപരിചിതമാണ്. നഗരസഭാ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം കാഴ്ചവെച്ച വികസന മാതൃകകളാണ് പിൽക്കാലത്ത് അദ്ദേഹത്തെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ കരുത്തനായ നേതാവാക്കി മാറ്റിയത്. UDFന്റെ സ്ഥാനാർത്ഥിയായി വിനിതനായ എന്നെ ഇവിടെ പ്രഖ്യാപിച്ചതിന് ശേഷം ആ നിമിഷം തൊട്ട് എനിക്ക് നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സ്നേഹാദരവിന് ഞാൻ നന്ദി പറയുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കേരളത്തെ കഴിഞ്ഞ 10 വർഷത്തെ ഈ കെണിയിൽ നിന്ന്, ഈ ദുർഭരണത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ള സന്ദേശവുമായി നമ്മൾ മുന്നേറാൻ പോവുകയാണ്. തീർച്ചയായും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് അതിന്റെ തുടക്കം 100% പിന്തുണ നൽകിക്കൊണ്ട് ജനങ്ങൾ തെളിയിച്ചതാണ്. കേരളമൊട്ടാകെ നമുക്ക് ആ സന്ദേശവുമായി കേരളത്തിന്റെ ഭാവിക്കായി, ഡെവലപ്മെന്റിനായി, ഇന്നത്തെ ദുരിതങ്ങളിൽ നിന്ന് മോചനം നൽകാനുള്ള സന്ദേശവുമായി മുന്നേറണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്റെ ചിഹ്നമായ കോണി അടയാളത്തിൽ വോട്ടുകൾ ചെയ്ത് ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്റെ മുമ്പ് ഇവിടെ ജനപ്രതിയായ ഉബൈദുള്ള സാഹിബ് തുടങ്ങിവെച്ച നിരവധി പദ്ധതികൾ, നമ്മുടെ കൺമുമ്പിലുള്ള KSRTC തുടങ്ങി നിരവധി പദ്ധതികൾ ഈ തലസ്ഥാനത്തിന്റെ ഭാവി വികസനത്തിന് ഒത്തൊരുമിച്ച് നമുക്ക് മുന്നേറാം. എല്ലാവിധ അഭിവാദ്യങ്ങളും. ജയ് ഹിന്ദ്. മലപ്പുറത്ത് വി അജയകുമാർ, ജയ് ന്യൂസ്. സ്ഥാനാർത്ഥി പട്ടിക വൈകിയെങ്കിലും UDFന്റെ വിജയത്തെ ബാധിക്കില്ലെന്ന് PT ബൽറാം. തൃത്താലയിൽ വീണ്ടും അവസരം ലഭിച്ചത് നിയോഗമായി കാണുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. രാവിലെ പാണക്കാടെത്തി സാദിഖ് അലി തങ്ങളെ കണ്ട ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിന് എൻ്റെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും എന്നിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് വലിയ നന്ദിപൂർവ്വം ഞാൻ ഏറ്റെടുക്കുകയാണ്, വലിയൊരു ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുക്കുകയാണ്. കാരണം കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ തൃത്താല സീറ്റ് അടക്കമുള്ള പാലക്കാട് ജില്ലയിലെ മഹാഭൂരിപക്ഷം സീറ്റുകളും UDFന് വേണ്ടി നേടിയെടുത്ത്
UDF ഒരു വലിയ വിജയം സംസ്ഥാനത്ത് സാധ്യമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പൊതുവായിട്ടുള്ള ലക്ഷ്യവും ആഗ്രഹവും. അപ്പോൾ ആ നിലയിൽ 100 സീറ്റിൻ്റെ ഭൂരിപക്ഷവുമായി UDF അടുത്ത് അധികാരത്തിൽ വരുമ്പോൾ അതിൽ നിർണായക സംഭാവന നൽകുന്ന മണ്ഡലങ്ങളായി തൃത്താല പോലെ അതുപോലെ തന്നെ നാദാപുരം പോലെയുള്ള മണ്ഡലങ്ങളൊക്കെ ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ അഭ്യുന്നതനായിട്ടുള്ള തങ്ങളെ നേരിട്ട് കാണാനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹാശിസ്സുകൾ ഏറ്റുവാങ്ങാനും വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അദ്ദേഹവുമായിട്ട് എത്രയോ വർഷങ്ങളുടെ പതിറ്റാണ്ടുകളുടെ ബന്ധമുണ്ട്. അതോടൊപ്പം അദ്ദേഹം ഞങ്ങളുടെ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ്. ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകരും എന്നോടൊപ്പം തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിന് കളമൊരുങ്ങുമ്പോൾ കഴിഞ്ഞ 2 ടൈമിലും ജില്ലയിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ വിജയമാണ് എറണാകുളം മണ്ഡലം MLAയും UDF സ്ഥാനാർത്ഥിയുമായ TJ വിനോദിന്റെ ആത്മവിശ്വാസം. കൊച്ചിയിൽ നിന്നുള്ള റിപ്പോർട്ട് കാണാം. എറണാകുളം നിയോജക മണ്ഡലത്തിന്റെ നിലവിലെ MLAയും UDF സ്ഥാനാർത്ഥിയുമായ TJ വിനോദ് കേരള രാഷ്ട്രീയത്തിലെ സജീവ സാന്നിധ്യങ്ങളിൽ ഒരാളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന അദ്ദേഹം ഈ മണ്ഡലത്തിലെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. കൊച്ചി ടൗൺ ഹാളിൽ നിന്നുമുള്ള റോഡ് ഷോയിലൂടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ച TJ വിനോദ് ഈ മണ്ഡലത്തിലുള്ളവർക്ക് ഒരു പുതുമുഖമല്ല. ഒരു മഴ പെയ്താൽ ചോർന്നൊലിച്ചിരുന്ന എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ് ഇന്ന് ജില്ലയുടെ മുഖച്ഛായ തന്നെ മാറ്റിയിരിക്കുന്നു. വിവിധ പദ്ധതികൾ ഏകോപിപ്പിച്ചുകൊണ്ട് KSRTCയുടെ നവീകരണം തന്റെ കർമ്മ പദ്ധതിയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നാക്കി മാറ്റാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് TJ വിനോദ് പറയും. ഒരു മഴ പെയ്താൽ സ്റ്റാൻഡിനേക്കാൾ യാർഡിനേക്കാൾ താഴ്ന്നാണ് സ്റ്റാൻഡ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് വെള്ളം മുഴുവൻ സ്റ്റാൻഡിലേക്കാണ് വരുന്നത്. വളരെ ശോചനീയാവസ്ഥയാണ്. മഴ പെയ്താൽ MLAയെയും ജനപ്രതിനിധികളെയും ചീത്ത പറയുന്ന സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലും വരുന്ന വാർത്തയ്ക്ക് കണക്കില്ല. വളരെ ദൗർഭാഗ്യകരമായ സ്ഥിതിവിശേഷം. ഞാൻ അവരെയൊന്നും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, കാരണം അത്രയും മോശമായ സ്ഥിതിയായിരുന്നു. അപ്പം അതുകൊണ്ട് അത്തരം ഒരു പദ്ധതി നടപ്പാക്കാൻ ഒരുപാട് ശ്രമം ഞാൻ നടത്തി. 13 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടക്കുകയാണ്. നിലവിലുള്ള KSRTC സ്റ്റാൻഡ് ഇന്ന് ഏറ്റവും മനോഹരമായ നഗരത്തിലെ പ്രൗഢിക്ക് അനുസൃതമായ ഒരു സ്റ്റാൻഡായി മാറിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് എറണാകുളം പദ്ധതിയിലൂടെ ജില്ലയിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അപ്പർ പ്രൈമറി വിഭാഗം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കുന്ന പദ്ധതിയും ഏറെ വിജയകരമായി മുന്നോട്ട് പോകുന്ന ഒന്നാണ്. നമ്മുടെ നിയോജക മണ്ഡലത്തിലെ ഗവൺമെന്റ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് UP വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും എയ്ഡഡ് മേഖലയിലുള്ള LP വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്ക് ഏകദേശം 8,000-ഓളം വിദ്യാർത്ഥികൾക്ക് ഗുഡ് മോർണിംഗ് എറണാകുളം എന്ന പദ്ധതി നടപ്പാക്കുന്നു. പ്രഭാത ഭക്ഷണ പരിപാടി. രാവിലെ കുട്ടികൾ നേരെ സ്കൂളിൽ വന്നാൽ അവർക്ക് MLAയുടെ വക ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് കഴിഞ്ഞ 4 വർഷക്കാലമായി തുടർച്ചയായി ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച സർക്കാർ ആശുപത്രിയാക്കി എറണാകുളം ജില്ലാ ആശുപത്രിയെ മാറ്റിയതിൽ ഇദ്ദേഹം വഹിച്ച പങ്ക് എടുത്തു പറയേണ്ട വികസനങ്ങളിൽ ഒന്നാണ്. അത്യാധുനിക സജ്ജീകരണങ്ങളോടെയുള്ള സ്കാനിംഗ് മെഷീനുകൾ, എക്സ്റേ മെഷീനുകൾ, ലാബുകൾ, പരിശോധനാ സംവിധാനങ്ങൾ ഉൾപ്പെടെ സേവനം തേടി വരുന്നവരെ സംബന്ധിച്ച് എറണാകുളം ജില്ലാ ആശുപത്രി സ്വകാര്യ ആശുപത്രിയെ മറികടക്കുന്ന സേവനങ്ങളാണ് നൽകുന്നത്. ഈ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 6 വർഷക്കാലമായി MLA എന്നുള്ള നിലയിൽ ഞാൻ പ്രവർത്തിക്കുകയാണ്. ജനങ്ങളുമായി ചേർന്ന് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരോടൊപ്പം അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കെടുത്ത് കഴിഞ്ഞ 6 വർഷക്കാലം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ആത്മവിശ്വാസം നൽകുന്നത്. എന്തായാലും ആരോഗ്യം, വിദ്യാഭ്യാസം, സേവനം എന്നിങ്ങനെ തുടങ്ങിവെച്ച പദ്ധതികളിലെല്ലാം വലിയ വിജയം നേടിയ ചരിത്രം തന്നെയാണ് TJ വിനോദിനുള്ളത്. അതുതന്നെയാണ് വരുന്ന തെരഞ്ഞെടുപ്പിലുള്ള ആത്മവിശ്വാസവും. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ അരുൺ ചാലക്കുടിക്കൊപ്പം അമ്മുവി പൊന്നപ്പൻ, ജയ് ഹിന്ദ് ന്യൂസ്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് കോവളത്ത് 3ാമതും ജനവിധി തേടുന്ന M. വിൻസെന്റ് MLA പ്രചരണ രംഗത്ത് മുന്നേറുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ അനന്ത സാധ്യതകളടക്കം പ്രയോജനപ്പെടുത്തുന്ന വികസന അജണ്ട മുന്നോട്ട് വെച്ചാണ് M. വിൻസെന്റ് പ്രചരണ രംഗത്ത് സജീവമായിരിക്കുന്നത്. പ്രചരണ തിരക്കിനിടയിൽ M. വിൻസെന്റ് MLA ജയ് ഹിന്ദ് ന്യൂസിനൊപ്പം ചേർന്നു. കോവളത്തിന്റെ ജനകീയ മുഖമായ M. വിൻസെന്റിനെ തന്നെയാണ് UDF ഇക്കുറിയും കളത്തിലിറക്കിയിരിക്കുന്നത്.
മണ്ഡലം നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന അദ്ദേഹം ഇപ്പോൾ തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഏറെ മുന്നേറി കഴിഞ്ഞിരിക്കുന്നു. രാവിലെ മുതൽ തന്നെ അദ്ദേഹം വലിയ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലാണ്. ഇപ്പോൾ എം വിൻസെന്റ് നമ്മോടൊപ്പം ചേരുകയാണ്. ഈ മണ്ഡലത്തിൽ വീണ്ടും ജനവിധി തേടുന്നു. എത്രത്തോളം ആത്മവിശ്വാസമാണ് അങ്ങേക്ക്? ഞാൻ കഴിഞ്ഞ 10 വർഷമായി ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളോടൊപ്പം അവരുടെ സുഖദുഃഖങ്ങളിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കുക. അവർക്ക് നല്ല ഒരു വിലയിരുത്തലുണ്ട്. 10 വർഷമായി ഞാൻ പോകാത്ത സ്ഥലങ്ങളോ ഞാൻ പങ്കെടുക്കാത്ത പരിപാടികളോ ഒന്നും ഇവിടെയില്ല. പരമാവധി ഞാൻ അറിയുന്ന എല്ലാ സ്ഥലങ്ങളിലും എല്ലാ അവസരങ്ങളിലുമെല്ലാം ഞാൻ പോകുന്നുണ്ട്. ഇവിടെ നിന്ന് എങ്ങോട്ടും ഞാൻ പോയിട്ടില്ല. ഞാൻ ഈ കോവളത്തുനിന്ന് എങ്ങോട്ടും പോയിട്ടില്ല. ഈ കോവളത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഞാൻ ഉണ്ടാവും എല്ലാ ദിവസവും. അത് ജനങ്ങൾ വിലയിരുത്തി തീർച്ചയായും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് വോട്ട് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാത്രവുമല്ല, ഈ നിയോജക മണ്ഡലത്തിലെ കർഷകരുടെ ആയിരുന്നാലും മത്സ്യത്തൊഴിലാളികളുടേതായിരുന്നാലും നെയ്ത്ത് തൊഴിലാളികളുടേതായാലും സാധാരണ കൂലിക്കാരുടേതായിരുന്നാലും അവരുടെ എല്ലാം വിഷയങ്ങൾ നിയമസഭയിൽ ഞാൻ കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം റെക്കോർഡാണ്. ഞാൻ നിയമസഭയിലെ എൻ്റെ ഇടപെടലുകൾ തീർച്ചയായും ഈ നിയോജക മണ്ഡലത്തിന് വേണ്ടിയായിരുന്നു, നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും അവർ വിലയിരുത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. എന്തൊക്കെയാണ് അങ്ങക്ക് ഈ മണ്ഡലത്തിൽ നൽകുന്ന അല്ലെങ്കിൽ വിജയപ്രതീക്ഷയ്ക്ക് നൽകുന്ന ഘടകങ്ങൾ, അനുകൂലമായ ഘടകങ്ങൾ? ഒന്ന്, ഈ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ളൊരു വികാരം കേരളത്തിലെമ്പാടുമുണ്ട്. അത് കഴിഞ്ഞ നിരവധിയായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലൂടെ വ്യക്തമായതാണ്. 5 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്, ഇതിലെല്ലാം സർക്കാരിനെതിരായിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത്. സർക്കാരിനെതിരായി ആ ഒരു വികാരത്തിൻ്റെ ഏറ്റവും അന്തിമമായ പ്രകടനമായിരിക്കും തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായും മറ്റ് മണ്ഡലങ്ങളിലെന്ന പോലെ ഇവിടെയും പ്രതിഫലിക്കും. പിന്നെ ഞാൻ ജനങ്ങളോടൊപ്പം എൻ്റെ ഈ 10 വർഷക്കാലത്തെ നിയമസഭാംഗം എന്നുള്ള പ്രവർത്തനത്തിൽ ഞാൻ രാഷ്ട്രീയം നോക്കിയിട്ടില്ല. ഞാൻ ജാതി മത പരിഗണനകൾ നോക്കിയിട്ടില്ല. എന്നെ സമീപിക്കുന്ന ആൾ എവിടെ നിന്ന് വരുന്നു എന്ന് പോലും ഞാൻ അന്വേഷിച്ചിട്ടില്ല. അവരുടെ വിഷയങ്ങൾ മാത്രമാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും ഞാൻ പരുഷമായി പെരുമാറിയെന്നോ ഒന്നുമില്ല. ജനങ്ങൾ എനിക്ക് വാരിക്കൊരു സ്നേഹം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളും നൽകി. അത് തിരിച്ച് അത്രത്തോളം കൊടുക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് എം വിൻസെന്റ് MLA വീണ്ടും ജനവിധി തേടുന്നത്. അദ്ദേഹം സജീവമായി പ്രചരണ രംഗത്ത് എത്തിയിരിക്കുന്നു. പ്രവർത്തകരുടെയൊക്കെ തന്നെ വലിയ ആവേശം നമുക്ക് കാണുവാൻ കഴിയും. ക്യാമറാമാൻ റിയാസിനൊപ്പം ബി നിഖിൽ, ജയ്ഹിന്ദ് ന്യൂസ്. കണ്ണൂർ ധർമ്മടം നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ് തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങി. വീടുകൾ സന്ദർശിച്ച് ആളുകളെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ച് മുന്നേറുകയാണ് VP അബ്ദുൾ റഷീദ്. കേരളത്തിലെ രാഷ്ട്രീയ മാറ്റത്തിന് പിണറായി വിജയന്റെ ധർമ്മടത്ത് നിന്ന് തുടക്കം കുറിക്കുമെന്ന് അബ്ദുൾ റഷീദ് വ്യക്തമാക്കുന്നു. ധനത്തിലാൽ എസ് നമ്പ്യാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. ധർമ്മടത്തെ UDF സ്ഥാനാർത്ഥി VP അബ്ദുൾ റഷീദ് നമുക്കൊപ്പം ചേരുകയാണ്. രാവിലെ മുതൽ തന്നെ അബ്ദുൾ റഷീദ് പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. പെർളശ്ശേരി പഞ്ചായത്തിലെ 1ാം വാർഡിൽ നിന്നാണ് അദ്ദേഹം ഗൃഹസന്ദർശനം ആരംഭിച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം? വലിയ ആവേശമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത് നിങ്ങൾ രാവിലെ നോക്കുക, ഇത് പെർളശ്ശേരി പഞ്ചായത്താണ്. P. ശശിയുടെ തറവാട് വീടിന്റെ തൊട്ടടുത്താണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്സ് നിയന്ത്രിക്കുന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണം നിയന്ത്രിക്കുന്നു എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ നാട്ടിലാണ്. അദ്ദേഹത്തിന്റെ ഇത്തവണ അട്ടിമറി വിജയം നേടിയ വാർഡ് മെമ്പറാണ് ശ്രീ ജയറാം പുതുവച്ചേരി. തൊട്ടടുത്ത വാർഡ് മെമ്പർ ഇവിടെയുണ്ട്. 500-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം. പെർളശ്ശേരിയൊക്കെ പഴയ പെർളശ്ശേരി ഒന്നുമല്ല, മാറി, വലിയ മാറ്റം ഉണ്ടായി. ഞാൻ കഴിഞ്ഞ ഒരു 6 വർഷക്കാലമായി ഇവിടെയാണ് താമസം. ഞാൻ കല്യാണം കഴിച്ച് ഇവിടെ തന്നെയാണ് പൂർണ്ണമായി സ്ഥിരതാമസം. എന്നെ സംബന്ധിച്ചും വലിയൊരു അനുഭവമുള്ള, അല്ലെങ്കിൽ എൻ്റെ വിദ്യാർത്ഥി ജീവിതം മുഴുവൻ ഉണ്ടായ ഒരു പ്രദേശമാണ് ധർമ്മടം. 7 വർഷക്കാലത്തോളം നിയമവിദ്യാർത്ഥിയായും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയും പാലയാട് ക്യാമ്പസിൽ ഉണ്ടായിരുന്നപ്പോൾ, അതിനുശേഷം കഴിഞ്ഞ 20 വർഷക്കാലത്തെ സംഘടനാ പ്രവർത്തനത്തിൽ നിരന്തരം പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായി സഞ്ചരിക്കുകയും പരിപാടികളിൽ പങ്കെടുക്കുകയും പ്രവർത്തകരുമായി സംവദിക്കുകയും ചെയ്ത ഒരു പ്രദേശം എന്ന നിലയിൽ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു കൈവെള്ളയിൽ അറിയുന്ന ഈ 8 പഞ്ചായത്തുകളിലെ പാർട്ടി പ്രവർത്തകരെയൊക്കെ നേരിട്ട് പേര് വിളിക്കാൻ തന്നെ ബന്ധമുള്ള വലിയൊരു പ്രദേശം തന്നെയാണ്, ഒരു ആത്മബന്ധമുള്ള ഒരു പ്രദേശം തന്നെയാണ്. പാർട്ടി ഒരു ചുമതല കഴിഞ്ഞ തവണ തളിപ്പറമ്പായിരുന്നു, ഇത്തവണ ധർമ്മടത്ത് ഏൽപ്പിച്ചു. കഴിഞ്ഞ തവണ പാർട്ടി സെക്രട്ടറിക്കെതിരെയായിരുന്നെങ്കിൽ ഇത്തവണ മുഖ്യമന്ത്രിക്കെതിരെയാണ്. അവിടെ
KSU വൈസ് പ്രസിഡന്റ് ആയിരിക്കെ 1,00,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം അവിടെ ഉണ്ടായിരുന്നു. അന്ന് ജെയിംസ് മാത്യു 40,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അന്ന് വലിയൊരു മാറ്റം. ഇവിടെ തരംഗമാണ്. കാരണം ഇവിടെയൊക്കെ 60,000, ശൈല ടീച്ചർ 60,000, മുഖ്യമന്ത്രി 50,000, പയ്യന്നൂർ 1,00,000, കല്യാശ്ശേരി 1,00,000 വോട്ടിനൊക്കെ ജയിക്കുമ്പോൾ അവിടെ 20,000-ൽ 1,00,000-ഓളം വോട്ട് കൂട്ടി ഇടതുപക്ഷത്തിന്റെ ഭൂരിപക്ഷം CPM സെക്രട്ടറി ആയിരുന്നിട്ട് കൂടി MV ഗോവിന്ദനെതിരെ നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഭൂരിപക്ഷം വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും വലിയൊരു അട്ടിമറി. സമാനമാണ് ധർമ്മടത്തെയും സാഹചര്യം. ഇവിടെ കള്ളവോട്ടും അതുപോലെ തന്നെ ബൂത്ത് പിടുത്തവും ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ 10 വർഷക്കാലത്ത് ഇടത് കൊള്ളയ്ക്ക്, അങ്ങനെയാണ് ഇടത് കൊള്ള എന്ന് ഭരണം എന്ന് പറയാൻ കഴിയില്ല, ആ കൊള്ളയ്ക്ക് അറുതി വരുത്താൻ ഇരുണ്ട കാലത്തിൽ നിന്നൊരു പുതിയുഗ പിറവിയിലേക്ക് UDF പോരാട്ടം നടത്തുമ്പോൾ 3.5 കോടിയിലധികം വരുന്ന മലയാളികളുടെ മുഴുവൻ പിന്തുണയും അവരുടെ ശ്രദ്ധയും ധർമ്മടത്തേക്കാണ്. അവർ നോക്കുകയാണ്. അവർക്ക് ആദ്യം പരാജയപ്പെടാൻ, ലോക മലയാളികൾ മുഴുവൻ ആദ്യം പരാജയപ്പെടാൻ ആഗ്രഹിക്കുന്നത് പിണറായി വിജയനാണ്. വീട് കയറിയുള്ള രാഷ്ട്രീയ പ്രചാരണത്തിനാണ് VP അബ്ദുൾ റഷീദ് തുടക്കമിട്ടിരിക്കുന്നത്. അത് വോട്ടായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. എബ്ദുൽ സുരേഷിനൊപ്പം ധനിത്ലാൽ എസ് നമ്പ്യ, ജയ്ഹിന്ദ് ന്യൂസ്, കണ്ണൂർ. പാലക്കാട് തന്റെ ജന്മനാടാണെന്നും പാർട്ടി നൽകിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്നും പാലക്കാട് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി. വിപ്ലവകരമായ മാറ്റങ്ങൾ പാലക്കാട് കൊണ്ടുവന്നയാളാണ് ഷാഫി. അതിന്റെ തുടർച്ചയുണ്ടാകുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രചരണത്തിന് പ്രത്യേക തന്ത്രങ്ങളൊന്നും ഇല്ലെന്നും ജനങ്ങൾക്ക് തന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം പറയുന്നു. ആവശ്യം എനിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമുക്കിനി വളരെ പരിമിതമായ സമയമേ ഉള്ളൂ. ഞാൻ ഇന്ന ആളാണ് എന്ന് അവിടെയുള്ളവരോ മറ്റൊരു മലയാളിയോട് പോയി പറയേണ്ട ആവശ്യകത ഇല്ല എന്നുള്ളതാണ് എനിക്ക് ഒരു ഉപകാരമായി മാറുമെന്ന് വിചാരിക്കുന്ന കാര്യം. അപ്പോൾ ചെല്ലുക, എല്ലാവരോടും ആത്മാർത്ഥമായി വോട്ട് അന്വേഷിക്കുക. എനിക്ക് മുൻപ് ഇരുന്ന MLA-മാർ അത് ഷാഫി ഒരു വലിയ കാലഘട്ടം അവിടെ ഗംഭീരമായി നോക്കി നടത്തുകയും അവിടെ ഒരുപാട് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. തുടർന്ന് വന്ന രാഹുലും ആ മേഖലയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരെല്ലാം കൊണ്ടുവന്ന നല്ല കാര്യങ്ങൾ, നല്ല പ്രവർത്തനങ്ങളുടെ തുടർച്ച ഏറ്റവും ഭംഗിയായിട്ടുണ്ടാക്കുക, കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുക. ഒരു പരിധിവരെ പാലക്കാടുള്ള ജനങ്ങളുടെ ശാരീരികമായ ആരോഗ്യത്തിനും മാനസികമായ സന്തോഷത്തിനുമായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. സണ്ണി കപ്പിക്കാടിന് സീറ്റ് വാഗ്ദാനം ചെയ്തിട്ടില്ലെന്ന് VD സതീശൻ. വൈക്കത്ത് മത്സരിക്കാനുള്ള ആഗ്രഹം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കുന്നതാണ് നല്ലതെന്ന വിലയിരുത്തലാണ് പാർട്ടി നടത്തിയതെന്നും VD സതീശൻ വ്യക്തമാക്കി. അത് ഞങ്ങൾ പാർട്ടി നേതൃത്വത്തിന്റെ മുന്നിൽ വയ്ക്കാം എന്ന് പറഞ്ഞിരുന്നു. പാർട്ടി നേതൃത്വം വിശദമായ ചർച്ച നടത്തിയപ്പോൾ അവിടെ പാർട്ടി സ്ഥാനാർത്ഥി മത്സരിക്കുന്നതാണ് നല്ലത് എന്ന തീരുമാനമെടുത്തു. ആ തീരുമാനം ഞാൻ അദ്ദേഹത്തെ നേരിട്ട് അറിയിക്കുകയും ചെയ്തു. ഞാൻ അതല്ലല്ല അദ്ദേഹം അവരുമായിട്ട് അവരുടെ ഒരു 10-53 കക്ഷികളുള്ള അവരുമായിട്ട് അവർ സംസാരിക്കാൻ വന്നു. കന്റോൺമെന്റ് ഹൗസിൽ വെച്ചാണ്, എൻ്റെ ഔദ്യോഗിക ഹൗസിൽ വെച്ചാണ് സംസാരിച്ചത്. അവർ ഈ സീറ്റ് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഉടനെ സീറ്റ് കൊടുക്കാമെന്ന് പറയാൻ പറ്റിയ ആളാണ് ഞാൻ പറയാം അത് പരിഗണിക്കാം. മുന്നണി നേതൃത്വമായിട്ടും പാർട്ടി നേതൃത്വമായിട്ട് ചർച്ച ചെയ്തിട്ട് തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞു. പാർട്ടി നേതൃത്വമായിട്ട് ചർച്ച ചെയ്തപ്പോൾ വൈക്കത്ത് ഞങ്ങൾ മത്സരിക്കുന്നതാണ്, പാർട്ടി മത്സരിക്കണം എന്ന തീരുമാനം എടുത്തു. അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് അത് അവിടെ മത്സരിക്കാനും അറിയില്ല. കോഴിക്കോട് നോർത്ത് നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് K. ജയന്ത് മണ്ഡലത്തിൽ പര്യടനം തുടങ്ങി. മികച്ച ജനപിന്തുണയാണ് അഡ്വക്കേറ്റ് ജയന്തിന് ലഭിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടെ കണ്ണൂരിലെ മലയോര മേഖലയിലെ UDF-ന്റെ ഉരുക്കുകോട്ടയ ഇരിക്കൂറിൽ റോഡ് ഷോവുമായി UDF സ്ഥാനാർത്ഥി സജീവ് ജോസഫ്. മലയോരത്തിന്റെ മനം കവർന്ന പ്രചരണത്തിനാണ് സജീവ് ജോസഫ് തുടക്കം കുറിച്ചത്. കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തിൽ ഇരിക്കൂറിൽ UDF വിജയിക്കുമെന്ന് സജീവ് ജോസഫ് പറയുന്നു. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം വന്നതോടെ ഇരിക്കൂറിലെ UDF പ്രവർത്തകർ ആവേശത്തിലായി. നാടിന് ഒട്ടനവധി വികസന പദ്ധതികൾ സമ്മാനിച്ച് വീണ്ടും ജനവിധി തേടുന്ന സജീവ് ജോസഫിനെ ആനയിച്ച് ശ്രീകണ്ഠാപുരം നഗരത്തിൽ പ്രകടനം നടത്തി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥിക്കൊപ്പം അണിനിരുന്നു.
ഓടത്തും പാലത്തിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ നഗരം ചുറ്റി കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. ഇരിക്കൂറിൽ വൻ ഭൂരിപക്ഷത്തോടെ UDF വിജയിക്കുമെന്ന് സജി ജോസഫ് പറഞ്ഞു. കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ ഒട്ടായി മാറുമെന്ന പ്രതീക്ഷയാണ് എന്നെ സംബന്ധിച്ച് ഉള്ളത്. തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തിലാണ്, വിജയപ്രതീക്ഷയിലാണ് UDF. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ, പ്രത്യേകിച്ച് കർഷക ദ്രോഹ നടപടികൾക്കെതിരെയുള്ള അതിശക്തമായ താക്കീതായി ഈ തെരഞ്ഞെടുപ്പ് മാറും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഉണ്ടായിട്ടുള്ള ഉജ്ജ്വലമായ മുന്നേറ്റം ഈ മലയോര മണ്ണിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാത്യു കുന്നപ്പള്ളിയാണ് ഇരിക്കൂർ നിയോജകമണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി. BJPയും മത്സരരംഗത്തുണ്ട്. ജയ്ഹിനൂസ്, കണ്ണൂർ. കണ്ണൂർ CPM-ലെ കലഹവും നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കും പാർട്ടി നേതൃത്വം പ്രതിരോധത്തിലാണ്. TK ഗോവിന്ദന് മറുപടി പറയാതെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും നിലപാട് എങ്ങനെ തുടരുകയാണ്. വോട്ട് ചോർച്ച തടയാൻ തളിപ്പറമ്പിലും പയ്യന്നൂരിലും പേരാവൂരിലും പ്രതിരോധ പ്രവർത്തനവുമായി CPM രംഗത്തുണ്ട്. TK ഗോവിന്ദൻ പാർട്ടി നേതൃത്വത്തിനെതിരെ ശബ്ദമുയർത്തിയതോടെ പ്രതിരോധത്തിലായ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി PK ശ്യാമളയും പ്രതിരോധിക്കാൻ CPM നേതൃത്വം പാടുപെടുകയാണ്. TK ഗോവിന്ദൻ ഉയർത്തിയ വിമർശനങ്ങൾക്ക് മലപ്പട്ടത്ത് രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി മറുപടി പറഞ്ഞെങ്കിലും അത് പാർട്ടി അണികൾ എത്രമാത്രം ഉൾക്കൊള്ളുമെന്ന ആശങ്ക CPM നേതൃത്വത്തിന് ഉണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യയായ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിന്റെ അടിസ്ഥാനം ബന്ധുത്വമെന്ന് KK രാഗേഷും MV ജയരാജൻ ഉൾപ്പെടെ നേതാക്കൾ സമർത്ഥിക്കുന്നുണ്ടെങ്കിലും അത് എത്രമാത്രം പാർട്ടി അണികൾ ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന ആശങ്ക പാർട്ടി നേതൃത്വത്തിനുണ്ട്. TK ഗോവിന്ദനെ പാർലമെന്ററി ദുരയാണെന്ന് KK രാഗേഷ് പറയുമ്പോഴും TK ഗോവിന്ദന്റെ വിമർശനങ്ങൾ മറുപടി പറയാൻ MV ഗോവിന്ദൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. ആന്തൂർ സാജന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് TK ഗോവിന്ദൻ പറഞ്ഞ കാര്യങ്ങൾ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി PK ശ്യാമളെ വീണ്ടും പ്രതികൂട്ടിൽ നിർത്തുകയാണ്. സാജന്റെ ആത്മഹത്യ ചർച്ചയാവുന്നത് CPM തെരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്യുമെന്ന തിരിച്ചറിവ് CPM നേതൃത്വത്തിനുണ്ട്. അതിൽ PK ശ്യാമളെ പ്രതിരോധിക്കാൻ MV ജയരാജൻ, KK രാഗേഷ്, PK ശ്രീമതി ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്ത് വന്നത് അതുകൊണ്ടാണ്. ആന്തൂർ സാജന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് TK ഗോവിന്ദൻ പറഞ്ഞത് പെരുന്നോയെന്നായിരുന്നു KK രാഗേഷിന്റെ പ്രതികരണം. MV ഗോവിന്ദനെതിരെ ഉയർന്ന ഹാപ്പിനെസ് ഫെസ്റ്റ് സാമ്പത്തിക കണക്ക് വിശദീകരിച്ചു എന്നാണ് CPM-ന്റെ വിശദീകരണം. വിശദീകരണം നടത്തിയെങ്കിലും പയ്യന്നൂരിലും തളിപ്പറമ്പിലും പാർട്ടി വോട്ടിൽ ചോർച്ച ഉണ്ടാകുമെന്ന് CPM ആശങ്കയുണ്ട്. അത് തടയാനുള്ള പ്രവർത്തനങ്ങളാണ് പാർട്ടിയുടെ ഉന്നത നേതാക്കൾ ഇടപെട്ട് നടത്തുന്നത്. TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും ഉയർത്തിയ വിമർശനങ്ങൾ പാർട്ടിയുടെ വോട്ടിനെ ചോർത്തുമെന്ന ആശങ്കയാണ് CPM പ്രവർത്തകർക്കും നേതാക്കൾക്കുമുള്ളത്. അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ തേടുകയാണ് CPM നേതൃത്വം. യദുൽ സുരേഷിനൊപ്പം ധനിത്യാല സന്ധ്യ, ജയ്ഹിന്ദ് ന്യൂസ്, കണ്ണൂർ. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി K മുരളീധരന്റെ റോഡ് ഷോ മണ്ഡലത്തിൽ നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ് K മുരളീധരൻ മത്സരിക്കുന്നത്. ആവേശകരമായ റോഡ് ഷോയ്ക്ക് തുടക്കമായിരിക്കുന്നു. ദൃശ്യങ്ങൾ കാണാം. നിങ്ങളുടെ കമ്പനിയുള്ള പാതയോരം വഴി ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഈ നാടിന്റെ സമുദായകൻ കോലത്തിന്റെ കർമ്മയോഗി ശ്രീ K മുരളീധരൻ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ K മുരളീധരൻ ഇതോ ഈ വാഹനത്തിന് തൊട്ട് പിന്നിലായി കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഈ നാട്ടിലെ സമ്മതിദായകരെ നിങ്ങളെവരെയും നേരിൽ കാണുവാൻ നമ്മുടെ പ്രിയങ്കരനായ ശ്രീ K മുരളീധരൻ നിങ്ങളുടെ കൺമുന്നിലുള്ള പാതയോരം വഴി നിന്ന് അരികിലേക്ക് കടന്നു വരികയാണ്. ഇന്നാട്ടിലെ മുഴുവൻ സമ്മതിദായകരെയും നേരിൽ കാണുവാൻ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ K മുരളീധരൻ ഇതാ കടന്നു വരികയാണ്. ഇന്നാട്ടിലെ അമ്മ പങ്കന്മാരെ നേരിൽ കാണുവാൻ, ജ്യേഷ്ഠാനുജന്മാരെ നേരിൽ കാണുവാൻ, ഗുരുസ്ഥാനത്തുള്ള ഗുരുനാഥന്മാരെ നേരിൽ കാണുവാൻ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ K മുരളീധരൻ ഇതാ ഈ വാഹനത്തിന് തൊട്ട് പിന്നിലായി കടന്നു വരികയാണ്. നിങ്ങളുടെ കൺമുന്നിലുള്ള പാതയോരം വഴി നിങ്ങൾ അരികിലേക്ക് ഇതാ കടന്നു വരികയാണ്. ശ്രീ K മുരളീധരൻ കടന്നു വരികയാണ്. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ K മുരളീധരൻ കടന്നു വരികയാണ്. അനുഗ്രഹിച്ചു ആശീർവദിക്കുന്ന ഏറെ വിനയത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് സേവന്റെ സമരസ്മൃതി ഉറങ്ങുന്ന വട്ടിയൂർക്കാവ് മണ്ണിന്റെ മാണിക്യമായി മാറിയ ശ്രീ K മുരളീധരൻ, ഈ നാടിന്റെ വികസന നായകൻ, കാലത്തിന്റെ കർമ്മയോഗി ശ്രീ K മുരളീധരൻ ഇതാ നിങ്ങളുടെ കൺമുന്നിലുള്ള പാതയോരം വഴി നിങ്ങൾ അരികിലേക്ക് ഇതാ കടന്നു വരികയാണ്. ശ്രീ K മുരളീധരൻ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ,
ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ കെ മുരളീധരൻ ഇതാ കടന്നു വരികയാണ്. അനുഗ്രഹിക്കൂ, ആശീർവദിക്കുമെന്ന് ഏറെ വിനയത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ജനനായകൻ കാലത്തിന്റെ കർമ്മയോഗി നിങ്ങളുടെ കർമ്മനുള്ള പാഠുവിനെ വഴി അരികിലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഭിമാനം യൂണിഫിന്റെ സാരഥി ശ്രീ കെ മുരളീധരൻ ഇന്നാട്ടിലെ അമ്മപന്നന്മാരെ നേരിൽ കാണുവാൻ, ജ്യേഷ്ഠാർജന്മാരെ നേരിൽ കാണുവാൻ, ഒരു സ്ഥാനത്തുള്ള ഗുരുനാഥന്മാരെ നേരിൽ കാണുവാൻ കടന്നു വരികയായി ഇന്നാട്ടിലെ അമ്മപന്നന്മാരെ നേരിൽ കാണുവാൻ വരികയായി. പ്രിയമുള്ളവരെ, വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായ കെ മുരളീധരന്റെ റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നു. ആ റോഡ് ഷോയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. തിരുവനന്തപുരം സെൻട്രലിൽ തർക്കം തുടരുന്ന സാഹചര്യത്തിൽ ആന്റണി രാജുവിൻ്റെ അഭാവത്തിൽ അവിടെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം ഏറ്റെടുക്കാനുള്ള ആണ് CPMന്റെ തീരുമാനം. എന്നാൽ ആ തീരുമാനത്തെ ജനാധിപത്യ കേരള കോൺഗ്രസ് എതിർക്കുന്നുണ്ട്. ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയായ ജനാധിപത്യ കേരള കോൺഗ്രസിന് സ്ഥാനാർത്ഥിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ CPM മണ്ഡലം ഏറ്റെടുക്കുമെന്നതാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ജനാധിപത്യ കേരള കോൺഗ്രസിന് അതൃപ്തിയുമുണ്ട്. തൊണ്ടുമുതൽ കേസിൽ ആന്റണി രാജുവിന് കനത്ത തിരിച്ചടി നേരിട്ടതോടെയാണ് തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വത്തിലും ആശയക്കുഴപ്പം നിലനിൽക്കുന്ന സാഹചര്യമുണ്ടായത്. ശിക്ഷ മരവിപ്പിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയതോടെ ആന്റണി രാജുവിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല. ജനാധിപത്യ കേരള കോൺഗ്രസിന് അനുവദിച്ച സീറ്റ് ഏറ്റെടുക്കാനാണ് CPM നിലപാട്. മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആന്റണി രാജുവിന് കൂടി സമ്മതനായ ഒരു സ്ഥാനാർത്ഥിയാകും തിരുവനന്തപുരത്ത് വരിക. പൊതുസ്വീകാര്യരടക്കം പരിഗണനയിലുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള ആശയവിനിമയത്തിന് ശേഷമാകും ഇക്കാര്യത്തിൽ അന്തിമ ധാരണയുണ്ടാകുക. അതിനിടെ തിരുവനന്തപുരം സീറ്റിനായി വീണ്ടും കേരള കോൺഗ്രസ് സമ്മർദ്ദം ശക്തമാക്കി. അതേസമയം 13ാം സീറ്റിനായി തിരുവനന്തപുരം വേണമെന്നാണ് കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണി LDFൽ ആവശ്യപ്പെട്ടത്. മുൻപ് നടന്ന സീറ്റ് ചർച്ചകളിലും കേരള കോൺഗ്രസ് തിരുവനന്തപുരം സീറ്റ് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അന്തിമ തീരുമാനമുണ്ടായിരുന്നില്ല. ഇതിനിടെ ആന്റണി രാജുവിന് തിരിച്ചടി നേരിട്ട സാഹചര്യത്തിൽ വീണ്ടും ആവശ്യം ശക്തമാക്കാനാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ നീക്കം. തിരുവനന്തപുരം സെൻട്രലിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടതുപക്ഷത്തിൽ ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തർക്കം അതിരൂക്ഷമാകുകയാണ്. ന്യൂസ് ഡെസ്ക് ജയ്ഹിന്ദ് ന്യൂസ്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ സംസ്ഥാനത്ത് നിലവിൽ വന്ന മാതൃകാ പെരുമാറ്റച്ചട്ടം പരസ്യമായി ലംഘിക്കപ്പെടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ U രത്തൻ കേൽക്കറിന് പരാതി നൽകി. മാർച്ച് 16-ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന ശേഷവും സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളും വിവിധ പദ്ധതികളും വിശദീകരിക്കുന്ന പരസ്യ ബോർഡുകളും ഹോർഡിങ്ങുകളും പലയിടത്തും ഇപ്പോഴും മാറ്റാത്തത് ചട്ടലംഘനമാണെന്ന് അദ്ദേഹം കത്തിൽ ചൂണ്ടിക്കാട്ടി. KSRTC ബസ്സുകളിലും സംസ്ഥാനത്തെ വിവിധ പൊതുസ്ഥലങ്ങളിലും സർക്കാരിന്റെ പ്രചരണ സാമഗ്രികൾ ഇപ്പോഴും വ്യാപകമായി പ്രദർശിപ്പിക്കുന്നത് ഗൗരവകരമായ കാര്യമാണ്. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാലുടൻ സർക്കാർ ചെലവിലുള്ള എല്ലാവിധ പ്രചാരണങ്ങളും നീക്കം ചെയ്യണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന നിർദ്ദേശം നിലനിൽക്കെയാണ് ഈ ലംഘനം നടക്കുന്നത്. ഇത്തരം പരസ്യങ്ങൾ വോട്ടർമാരെ സ്വാധീനിക്കുമെന്നതും ഇത് സ്വതന്ത്രവും നീതിയുക്തവുമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുസ്ഥലങ്ങളിൽ നിന്നും KSRTC ബസ്സുകളിൽ നിന്നും ഇത്തരം പരസ്യങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യാൻ നടപടിയെടുക്കണമെന്നും പെരുമാറ്റച്ചട്ട ലംഘനത്തിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും VD സതീശൻ കത്തിൽ ആവശ്യപ്പെട്ടു. വരും ദിവസങ്ങളിൽ സമാനമായ ലംഘനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശക്തമായ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തണമെന്നും അദ്ദേഹം ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് ജയ്ഹിന്ദ് ന്യൂസ്. ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രമുഖരെ തഴഞ്ഞതിനെ ചൊല്ലി BJPയിൽ കലഹം. കുമ്മനം രാജശേഖരൻ, PS ശ്രീധരൻപിള്ള, MT രമേശ്, B ഗോപാലകൃഷ്ണൻ, JR പത്മകുമാർ, A നാഗേഷ്, ജിജി ജോസഫ് തുടങ്ങിയ സംസ്ഥാന നേതാക്കൾക്കും രണ്ടാം നിരയിലെ ഭൂരിപക്ഷം പേർക്കും സീറ്റ് നിഷേധിച്ചതാണ് കലഹത്തിന് കാരണം. കേന്ദ്ര നേതൃത്വത്തെയും RSSനെയും സമീപിച്ച് മുതിർന്ന നേതാക്കൾ തന്നെ പരാതി പറഞ്ഞതായാണ് വിവരം. പരസ്യപ്രതികരണവുമായി ന്യൂനപക്ഷ മോർച്ച ദേശീയ ഉപാധ്യക്ഷൻ നോബിൾ മാത്യു രംഗത്തെത്തുകയും ചെയ്തു. BJPക്ക് വലിയ സ്വാധീനമുള്ള കൊടുങ്ങല്ലൂർ 2020ക്കും ആറന്മുള BDJSനും നൽകുന്നതും പാർട്ടിക്കുള്ളിൽ കലഹത്തിന് വഴിവെച്ചിട്ടുണ്ട്.
BJP നേതൃത്വത്തിലെ ഏകാധിപത്യ സ്വഭാവത്തിനെതിരെയാണ് ഇപ്പോൾ പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുന്നത്. പാർട്ടി രാജീവ് ചന്ദ്രശേഖർ എന്ന ഒറ്റ ആളിലേക്ക് മാത്രം ഒതുങ്ങുന്നു എന്നാണ് പ്രവർത്തകരുടെ ആരോപണം. വിജയസാധ്യതയുള്ള പല മണ്ഡലങ്ങളും BJP കൈവിട്ട് ഘടകകക്ഷികൾക്ക് നൽകിയതിലെ അമർഷവും പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. പരിചയസമ്പന്നരായ BJP നേതാക്കളെ മത്സരരംഗത്ത് പരിഗണിക്കാത്തതിലും അമർഷം പുകയുന്നു. കുമ്മനം രാജശേഖരൻ, PS ശ്രീധരൻപിള്ള, MT രമേശ്, B ഗോപാലകൃഷ്ണൻ, JR പത്മകുമാർ, A നാഗേഷ്, ജിജി ജോസഫ് തുടങ്ങിയ സംസ്ഥാന നേതാക്കൾക്കും രണ്ടാം നിരയിലെ ഭൂരിപക്ഷം പേർക്കും സീറ്റ് നിഷേധിച്ചതാണ് കലഹത്തിന് കാരണം. ഇതിനിടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ച നോബിൾ മാത്യുവിനെ പാർട്ടി സസ്പെൻഡ് ചെയ്തു. പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരെയും വെള്ളം കോരുന്നവരെയും വിറക് വെട്ടുന്നവരെയും പുറത്തു നിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് നോബിൾ മാത്യു തുറന്നടിച്ചിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ BJPക്കുള്ളിലെ ഗ്രൂപ്പ് പോരും വീതം വയ്പുമാണ് നടന്നതെന്നും നോബിൾ മാത്യു ആരോപിച്ചു. സുരേന്ദ്രൻ ഗ്രൂപ്പും കൃഷ്ണദാസ് ഗ്രൂപ്പും തമ്മിലുള്ള വീതം വെപ്പിന് പുറമെ രാജീവ് ചന്ദ്രശേഖറിന്റെ താൽപര്യങ്ങളും ഇതിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനിടെ BJPക്ക് വലിയ സ്വാധീനമുള്ള കൊടുങ്ങല്ലൂർ 2020ക്കും ആറന്മുള BDJSനും നൽകുന്നതും പാർട്ടിക്കുള്ളിൽ കലഹത്തിന് കാരണമായിട്ടുണ്ട്. തൃപ്പൂണിത്തുറ, കളമശ്ശേരി തുടങ്ങിയ മണ്ഡലങ്ങൾ ഘടകകക്ഷികൾക്ക് നൽകുന്നതിലും എതിർപ്പുയർന്നു. ചെങ്ങന്നൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വന്ന ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വചസ്പതിയെ ഹരിപ്പാടേക്ക് മാറ്റിയത് പ്രാദേശികമായി വലിയ പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടുണ്ട്. സുരേന്ദ്രൻ പക്ഷ നേതാക്കൾ പ്രസിഡന്റുമാരായ ജില്ലകളിൽ ഘടകകക്ഷികൾക്ക് വാരിക്കോരി സീറ്റ് നൽകിയതായി ആരോപണവും ഉയർന്നിട്ടുണ്ട്. ശബരിമല ക്ഷേത്രം ഉൾപ്പെടുന്ന റാന്നി മണ്ഡലം 2020ക്ക് നൽകി ക്രൈസ്തവ വിഭാഗക്കാരനെ സ്ഥാനാർത്ഥിയാക്കിയത് RSS പ്രാദേശിക ഘടകങ്ങളെ ചൊടിപ്പിച്ചിട്ടുമുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ഏകാധിപതിയെപ്പോലെ പ്രവർത്തിക്കുന്നു എന്നാണ് പ്രവർത്തകർ വിമർശനമായി ഉന്നയിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ജയ് ഹിന്ദ് ന്യൂസ്. നവകേരള സർവേക്ക് അനുവദിച്ച 20 കോടിയിൽ 2.82 കോടി രൂപ CPMകാർ കൈശയിലാക്കി. പാർട്ടിക്കാർക്ക് പാർട്ടി വഴി സർക്കാരിന്റെ പണം നൽകുന്ന പരിപാടിയാണ് നവകേരള സർവേ എന്നതിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് പുറത്തുവരുന്നത്. തെരഞ്ഞെടുപ്പ് വേളയിൽ പാർട്ടിക്കാർക്ക് സർക്കാർ ഫണ്ട് ലഭിക്കുന്ന പരിപാടിയായി നവകേരള സർവേ മാറിക്കഴിഞ്ഞു. നവകേരള സർവേക്കായി 20 കോടിയാണ് സർക്കാർ അനുവദിച്ചത്. ഈ തുകയിൽ നിന്നാണ് 2.82 കോടി പാർട്ടിക്കാർ കീശയിലാക്കിയത്. ഇതിൽ 1.45 കോടി രൂപ പാർട്ടി വളണ്ടിയർമാരും കുടുംബശ്രീയുടെ വക 1.37 കോടി രൂപയും കീശയിലായി. സർവേക്ക് 1.77 കോടി വീടുകൾ കയറാനാണ് ഇത്രയും തുക അനുവദിച്ചത്. കേരളത്തിൽ 2021 സെൻസസ് പ്രകാരം 1.10 കോടി വീടുകളാണുള്ളത്. ഇതിൽ 11.5 ലക്ഷം വീടുകൾ പൂട്ടിക്കിടക്കുകയാണ്. പൂട്ടിക്കിടക്കുന്ന വീടുകളും സർവേയുടെ ഭാഗമാകുകയും കണക്കിൽപ്പെടുത്തുകയും ചെയ്യും. വോളണ്ടിയർമാർ വീട്ടിൽ വന്ന് സർക്കാരിന്റെ വികസന ലഘുലേഖകളും മറ്റും നൽകും. ഭരണം മികച്ചതല്ലേ എന്ന് ചോദിക്കും. അതേ എന്ന് മറുപടി നൽകിയാൽ മാത്രം മതി. ഒരാളാണ് ഒരു വീട്ടിലെത്തുന്നതെങ്കിൽ 7.5 രൂപയും 2 പേരാണെങ്കിൽ 10 രൂപയുമാണ് സർക്കാർ നൽകുന്നത്. ഇതിനായി അനുവദിച്ച 1.45 കോടിയാണ് പാർട്ടിക്കാർ സ്വന്തമാക്കിയത്. PRDയിലെ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർമാർക്കാണ് തുക അനുവദിച്ചിരിക്കുന്നത്. ഇടതുപക്ഷ സർവീസ് സംഘടനയായ ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻകാർക്കാണ് മണ്ഡലങ്ങളുടെ ചുമതല നൽകിയത്. അവർ നൽകുന്ന കണക്ക് പ്രകാരം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർമാരാണ് പണം നൽകുന്നത്. ഇങ്ങനെ നവകേരള സർവേയുടെ പേരിൽ സർക്കാരിന്റെ പണം പാർട്ടിക്കാർക്ക് വീതിച്ചു നൽകിയിരിക്കുകയാണ് ഇടതു സർക്കാർ. ജയ് ഹിന്ദ് ന്യൂസ്, തിരുവനന്തപുരം. ഇനി ജനശബ്ദം. ഒരു പതിറ്റാണ്ട് കാലത്തെ ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിന് തിരശ്ശീല വീഴാൻ പോവുകയാണ്. ഇലക്ഷൻ അടുത്തു. UDF ജനങ്ങൾക്ക് വേണ്ടി, ജനക്ഷേമത്തിന് വേണ്ടി ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ഇത് ജനങ്ങളിലേക്ക് എത്തിയോ? ജനങ്ങൾ ഇതിനെക്കുറിച്ച് എന്താണ് പറയേണ്ടതെന്നൊക്കെ നമുക്കറിയണ്ടേ? അപ്പോൾ നമുക്ക് ഓരോ ആളുകളുടെ അടുത്തേക്കും പോകാം. അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാം. UDF സർക്കാരിൻ്റെ ഇപ്പോഴുള്ള വാഗ്ദാനങ്ങളിൽ ഒന്നാണ് സ്ത്രീകൾക്ക് യാത്രാ സൗജന്യം എന്നുള്ളത്. അത് വളരെ നല്ലൊരു അഭിപ്രായമെന്നാണ്, നല്ലൊരു വാഗ്ദാനമെന്നാണ് എൻ്റെ അഭിപ്രായം. അതിനുള്ളതെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാനും തീരെ പാവപ്പെട്ട വീട്ടിലെ അവർക്കൊക്കെ അത് ഉപയോഗിക്കും. പിന്നെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലെല്ലാം അത് മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. അത് നഷ്ടമാണോ ലാഭമാണോ എന്നുള്ളത് മറ്റൊരു വിഷയം. പക്ഷേ എങ്കിലും അതിനുള്ള പൈസ നമ്മൾ പൊതു ഖജനാവിൽ നിന്ന് നമ്മളെടുത്ത് നീക്കി വെച്ചാൽ അത് നഷ്ടമില്ലാത്ത രീതിയിൽ ഓടാൻ പോകും. അതിൽ മന്ത്രി ഗണേഷ് കുമാർ അതിനിടെ അഭിപ്രായപ്പെട്ടു അത് പൂട്ടുമെന്ന്. അങ്ങനെ പൂട്ടുകയൊന്നുമില്ല. കർണാടക ട്രാൻസ്പോർട്ടിൻ്റെ കാര്യം നോക്കാൻ അവിടെ മന്ത്രി DK ശിവകുമാർ അടക്കം ശക്തമായ നേതാക്കന്മാരൊക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ട് ഗണേഷ് കുമാറിൻ്റെ അഭിപ്രായത്തിൽ അതിൽ യാതൊരു വിലയുമില്ല. പിന്നെ ജനങ്ങൾക്ക് സഞ്ചരിക്കാനും മറ്റുള്ള സഞ്ചാര സാധനങ്ങളിൽ സ്ത്രീകൾക്ക് പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്നതിന് ലോക്കലായിട്ട് ചില കയ്യിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ യാത്ര ചെയ്യാൻ അത്യാവശ്യം ചില കടം വാങ്ങിച്ചൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ ഇന്നും യാത്ര ചെയ്യുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് വളരെ ഗുണം ചെയ്യും എന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ നല്ലൊരു തീരുമാനമാണ്. അതിനോട് നമ്മൾ അനുകൂലിക്കുന്നു.
ഇതൊരു വാഗ്ദാനം മാത്രം ആവാതിരുന്നാൽ മതി, ഇത് പ്രാബല്യത്തിൽ വരണം, അത്രേ പറയാനുള്ളൂ. വെറുതെ ഒരു ഇലക്ഷൻ ടൈം ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ക്യാമ്പയിൻ വന്നിട്ട് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു പ്രചരണം മാത്രത്തിൽ ഇത് മാത്രമായിട്ട് നിന്ന് പോരുത്, ഇത് പ്രാവർത്തികമായിട്ട് കൊണ്ടുവരണം, അത്രേ ഉള്ളൂ. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നല്ലതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എനിക്കൊരു സംശയം, ഇത് ഈ ബസ്സിൽ കയറുന്ന സർക്കാർ ജോലിക്കാരുമുണ്ട് അല്ലാത്തവരുമുണ്ട്, അത് എങ്ങനെയാണെന്നുള്ള കാര്യം അറിയണം. അതപ്പം സർക്കാർ ജോലിയുള്ളവർക്കും കൊടുക്കുമോ? അത് പാടില്ല. അതാണ് നമുക്കൊരു ചോദ്യം. സർക്കാർ ജോലിയുള്ളവർക്ക് സർക്കാർ ജോലി, അവർക്ക് ശമ്പളം കിട്ടുന്നവരാണ്. ശമ്പളം കിട്ടാത്ത പാവപ്പെട്ടവരുണ്ട്, പാവപ്പെട്ടവർക്ക് കൊടുക്കണം. അതാണ് സൗജന്യ ചികിത്സ. പാവപ്പെട്ടവർ നല്ല വാഗ്ദാനമാണ്, ശരിയാണ്. പക്ഷെ പാവങ്ങൾക്കായിരിക്കണം കൊടുക്കേണ്ടത്, അല്ലാതെ സർക്കാർ ജോലിയുള്ളവർക്കൊന്നും കൊടുക്കരുത്. അതാണ് എൻ്റെ അഭിപ്രായം. സൗജന്യ അവർ നേരത്തെ കൊടുത്തത് 10 രൂപയ്ക്കാണ് എല്ലാവർക്കും ഇവിടുന്ന് മെഡിക്കൽ കോളേജ് ആൾ റൗണ്ട് 10 രൂപ. പിന്നെ ഒരു കാർഡ് ഉണ്ടായിരുന്നു 1 മാസത്തേക്ക്, അതെല്ലാം അവർ ക്യാൻസൽ ചെയ്തിട്ട് പാവപ്പെട്ടവരെല്ലാം ഇപ്പോൾ വെള്ളത്തിലാക്കി. ഇവരും ഭരണമെന്ന് വെച്ചാൽ അഴിമതി ഭരണമാണ്. ഇത് മാറാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്, വേറൊന്നുമല്ല. കാരണം നിരന്തര സാധനങ്ങൾ വിലക്കയറ്റം. ഇനിതാ ഇപ്പം ഗ്യാസ് ഇല്ല, അവിടെ 25 യുദ്ധം നടക്കണോണ്ട് ഇവിടെ ഇപ്പം ആകെ ഡിമ്മാണ് എല്ലാ കാര്യങ്ങളും. എല്ലാ സാധനങ്ങൾക്കും വില കൂടും, പെട്രോളിന് വരെ വില കൂടും. പിന്നെ ഇവർ എത്രയും പെട്ടെന്ന് പോയിട്ട് അടുത്തൊരു കോൺഗ്രസ് നല്ല രീതിയിൽ വരാമെന്നുള്ള രീതിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസ് അധികാരത്തിൽ വരികയും ചെയ്യും. ഇവർ കോൺഗ്രസ് ചെയ്തിരിക്കുന്ന നല്ല വാഗ്ദാനങ്ങളാണ്, അത് പാലിക്കുകയും ചെയ്യും. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഈ 3000 രൂപ എന്ന് പറയുന്നത് കൂടെ ഉള്ളൂ, കുറയൊന്നുമില്ല. കാരണം അത് അങ്ങനെയാണ്, കോൺഗ്രസ് വാക്ക് മാറൂല, സൂപ്പറായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകും. അത് നല്ലതാണ്. പക്ഷേ ഗവൺമെന്റ് വർക്ക് ചെയ്യണവരെന്ന് അത് വേറെ രീതി ഈടാക്കും, അല്ലാത്തവരെന്ന് ഈടാക്കും. ഇപ്പം എനിക്ക് ജോലിയില്ല, അപ്പം എനിക്കത് നമുക്കൊരു ഹെൽപ്പ് ആവുമ്പം പിന്നെ അതൊരു ഇതല്ലേ. അപ്പം നമുക്ക് സാധാരണക്കാരായ നമ്മളെപ്പോലെയുള്ളവർ അതൊരു തൃപ്തിയാണ്. അത് രാഷ്ട്രീയം പറയണമെന്നുണ്ടെങ്കിൽ ആര് പ്രവർത്തിക്കുന്നോ അവരാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ. അങ്ങനെ ചിന്തിക്കുക, എല്ലാവരും വളരണം. എല്ലാവരിൽ നിന്നും നമുക്ക് നല്ലത് പ്രതീക്ഷിക്കണ്ട. ഇപ്പം LDF ആയാലും UDF ആയാലും BJP ആയാലും, ഞാൻ ഇപ്പം പറയുന്ന പണ്ടൊക്കെ ഞങ്ങളൊരു പാർട്ടി സ്നേഹിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. കാരണം മുതിർന്നവർ പറയുന്നത് കേട്ട്. കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം എന്നത് ജനാധിപത്യ മൂല്യങ്ങളും വികസന സ്വപ്നങ്ങളും തമ്മിലുള്ള നിരന്തരമായ സംവാദമാണ്. 1956 കേരളം രൂപീകൃതമായ നാൾ മുതൽ ഇന്ന് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ നിൽക്കുമ്പോൾ കേരളത്തെ ഇന്നത്തെ ആധുനിക നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൽ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് UDF വഹിച്ച പങ്ക് സമാനതകളില്ലാത്തതാണ്. വികസനവും കരുതലുമാണ് UDFിൻ്റെ ഇക്കാലത്തെയും മുദ്രാവാക്യം. 1956 ഐക്യ കേരളം രൂപീകൃതമായ നാൾ മുതൽ ഇന്നത്തെ ആധുനിക കേരളത്തിലേക്കുള്ള വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും കോൺഗ്രസിന്റെ കയ്യൊപ്പുണ്ട്. ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിച്ചും സാധാരണക്കാരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDF നടപ്പിലാക്കിയ വികസന മാതൃകകൾ കേരളത്തെ ലോകത്തിന് മുന്നിൽ ഒരു മാതൃകാ സംസ്ഥാനമാക്കി മാറ്റി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കുമ്പോൾ വികസനവും കരുതലുമാണ് മുഖമുദ്രയെന്ന് UDF വീണ്ടും അടിവരയിടുന്നു. കേരളത്തിന്റെ സാമൂഹ്യ പരിവർത്തനത്തിന് കോൺഗ്രസ് നയിച്ച ആദ്യകാല സർക്കാരുകൾ നൽകിയ സംഭാവനകൾ നിസ്തുലമാണ്. 1960 പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും തുടർന്ന് 62 അധികാരമേറ്റ R. ശങ്കർ മന്ത്രിസഭയും വിദ്യാഭ്യാസ സാമൂഹ്യ പരിഷ്കരണ രംഗങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഭൂപരിഷ്കരണ നിയമത്തിന്റെ ആദ്യ രൂപങ്ങൾക്കും വിദ്യാഭ്യാസ രംഗത്തെ തുല്യതയ്ക്കും അടിത്തറ പാകിയത് ഈ കാലഘട്ടത്തിലാണ്. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം ഓടിയെത്തുന്ന പേര് K. കരുണാകരന്റേതാണ്. ദീർഘവീക്ഷണമുള്ള ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം കേരളത്തിന് സമ്മാനിച്ച പദ്ധതികൾ ഇന്നും വിസ്മയമാണ്. രാജ്യത്തെ ആദ്യത്തെ പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിലുള്ള കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം, കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, ഗോശ്രീ പാലങ്ങൾ, ഇങ്ങനെ കേരളത്തിന്റെ വ്യാവസായിക കായിക യാത്രാ മേഖലകളിൽ വിപ്ലവം സൃഷ്ടിച്ച പദ്ധതികളൊക്കെയും ലീഡറുടെ ദീർഘവീക്ഷണമായിരുന്നു. ധാർമ്മികതയ്ക്കും സുതാര്യതയ്ക്കും ഊന്നൽ നൽകിയ ഭരണമായിരുന്നു AK ആന്റണിയുടേത്.
കേരളത്തിന്റെ മദ്യവർജന നയങ്ങൾക്കും വിവരസാങ്കേതിക വിദ്യയുടെ പ്രാഥമിക വളർച്ചയ്ക്കും അദ്ദേഹം വലിയ പ്രാധാന്യം നൽകി. തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെ 2ാം ഘട്ട വികസനവും സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിലെ വിപ്ലവകരമായ തീരുമാനങ്ങളും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന്റെ പ്രത്യേകതകളായിരുന്നു. അഴിമതിയില്ലാത്ത ഭരണ സംസ്കാരം അദ്ദേഹം കേരളത്തിന് പരിചയപ്പെടുത്തി. UDFന്റെ എക്കാലത്തെയും വലിയ മുദ്രാവാക്യമായ വികസനവും കരുതലും പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലാക്കപ്പെട്ടത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്. ഭരണകൂടം ജനങ്ങളിലേക്ക് നേരിട്ടെത്തുന്ന ജനസമ്പർക്ക പരിപാടി ഐക്യരാഷ്ട്രസഭയുടെ പോലും പുരസ്കാരങ്ങൾ നേടി. കൊച്ചി മെട്രോ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, സ്മാർട്ട് സിറ്റി തുടങ്ങിയ കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് വേഗത നൽകിയത് ഉമ്മൻചാണ്ടിയുടെ ഭരണമാണ്. കാരുണ്യ ബെനവലന്റ് ഫണ്ട് വഴി ലക്ഷക്കണക്കിന് പാവപ്പെട്ടവർക്ക് ചികിത്സാ സഹായം ഉറപ്പാക്കുകയും വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും കൈത്താങ്ങ് നൽകുകയും ചെയ്ത കോൺഗ്രസ് ഭരണത്തിന്റെ മാനുഷിക മുഖമായി മാറുകയായിരുന്നു. ഇന്ന് 2026 തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്കും വികസന മുരടിപ്പിനും ഏക പരിഹാരമായി UDF മാറുന്നു. നിക്ഷേപ സൗഹൃദമായ അന്തരീക്ഷം സൃഷ്ടിക്കാനും പ്രവാസികളുടെ പുനരധിവാസം ഉറപ്പാക്കാനും യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ നൽകാനും UDFന് കൃത്യമായ പദ്ധതികളുണ്ട്. പഴയകാല നേട്ടത്തിന്റെ കരുത്തുറ്റ അടിത്തറയിൽ നിന്നുകൊണ്ട് പുതിയ കാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് കേരളത്തെ മുന്നോട്ട് നയിക്കാൻ UDF സജ്ജമാണ്. ഭയമില്ലാത്ത, അഴിമതിയില്ലാത്ത, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു നവകേരള നിർമ്മാണമാണ് കോൺഗ്രസ് നയിക്കുന്ന UDFന്റെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് ജയ് ഹിന്ദ് ന്യൂസ്. ബാലറ്റ് ബോക്സ് ഇന്നിവിടെ പൂർണ്ണമാകുന്നു. നാളെ ഇതേ സമയം വീണ്ടും കാണാം. ജയ് ഹിന്ദ്.